Hello friends, welcome to Nursing for Life. Today we are going to discussing about neurotransmitters. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ചാണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുറച്ച് ഡിഫിക്കൽട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവർക്കും അങ്ങനെയാണ്. നമുക്ക് എങ്ങനെ അത് ഈസി ആയിട്ട് പഠിക്കാം, അതെന്താണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. Today we are going to discussing about neurotransmitters. The neurotransmitters is a chemical substance helping transmission of impulses from one nerve to other through synapses. Okay, the chemical substance helping transmission of impulses from one nerve to other through synapse. Synapse വഴി ഒരു ഇമ്പൾസസ് ഫ്രം ഒരു നെർവിൽ നിന്ന് വേറൊരു നെർവിലേക്ക് ഇമ്പൾസസിനെ പാസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഏത് വഴിയാണ്? സിനാപ്സ് വഴി ഒരു നെർവിൽ നിന്ന് വേറൊരു നെർവിലേക്ക് ഇമ്പൾസസിനെ പാസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? Neurotransmitters help to communicate information between two neurons. രണ്ട് ന്യൂറോൺസിന്റെ ഇടയിലുള്ള ഇൻഫർമേഷൻ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ സിന്തസൈസ്ഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ സിനാപ്റ്റിക് വെസിക്കിൾസ്. ഓക്കെ, ഇതെവിടെയാണ് സിന്തസൈസും സ്റ്റോറും ചെയ്യുന്നത്? സിനാപ്റ്റിക് വെസിക്കിൾസിലാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇത് എന്തിനു സഹായിക്കുന്നു? ഇമ്പൾസസ് ഒരു നെർവിൽ നിന്ന് വേറൊരു നെർവിലേക്ക് പാസ് ചെയ്യാൻ സഹായിക്കുന്നു ത്രൂ സിനാപ്സസ്. ന്യൂറോ ട്രാൻസ്മിറ്റർ ഹെൽപ്പ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ സിന്തസൈസ്ഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ സിനാപ്റ്റിക് വെസിക്കിൾസ്. Types of neurotransmitters. Mainly two types of neurotransmitters are. The subcategories are also there. Now this importance is two: inhibiting neurotransmitters and excitatory neurotransmitters. Okay, inhibitory neurotransmitters and excitatory neurotransmitters. അപ്പോൾ നമുക്ക് പഠിക്കാം എന്താണ് ഇൻഹിബിറ്ററി. ഇൻഹിബിറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ തടഞ്ഞു വെക്കുക. ഓക്കെ, അതിൻ്റെ ഒരു ഇൻഹിബിറ്റ് ചെയ്യുക, തടുക്കുക, അതാ പറയുന്നത്. ഇൻഹിബിറ്റിംഗ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഇൻഹിബിറ്റിംഗ് ദ കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസസ്. ഓക്കെ, ഒരു ഇമ്പൾസസിൻ്റെ കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസസിനെ തടഞ്ഞു വെക്കുക അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുക. ഇത് നമുക്ക് മൂന്നെണ്ണം മെയിനായിട്ടുണ്ട്: ഡോപ്പമിൻ, ഗാബ, സിറോട്ടിൻ. DGS. ഓക്കെ, DGS എന്ന് പഠിക്കുക. DGS, ഡോപ്പമിൻ, ഗാബ ആൻഡ് സെറോട്ടോണിൻ. ഓക്കെ, ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക, മനസ്സിൽ ജസ്റ്റ് ഒന്ന് തങ്ങി നിൽക്കാൻ കണക്കിന്. നമുക്ക് DGS എന്ന് ഓർക്കുക. ഇൻഹിബിറ്റിംഗ് എന്ന് പറഞ്ഞാൽ DGS ആണ്: ഡോപ്പമിൻ, ഗാബ ആൻഡ് സെറോട്ടോണിൻ. ഗാബ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഗാബ എന്ന് പറഞ്ഞാൽ ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡിനെയാണ് ഗാബ എന്ന് പറഞ്ഞാൽ. ഒരു ഇൻഹിബിറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. അപ്പോൾ DGS എന്ന് പഠിക്കുക: ഡോപ്പമിൻ, ഗാബ ആൻഡ് സെറോട്ടോണിൻ. അടുത്ത് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ആ വാക്കിൽ തന്നെ നമുക്കുണ്ട് എക്സൈറ്റേറ്ററി എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസ് ഓർ ഇനിഷ്യേറ്റ് ദ കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസസ്. അത് ഇൻക്രീസ് ചെയ്യും, ഒരു കണ്ടക്ഷൻ്റെ സ്പീഡ് കൂട്ടും. മറ്റത് ആദ്യം ഇൻഹിബിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് തടഞ്ഞു വെക്കും. ഇത് എക്സൈറ്റേറ്ററി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇനിഷ്യേറ്റ് ദ കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസസ്. ഓക്കെ, അതിന് നമുക്ക് മൂന്നെണ്ണം ഉണ്ട്. അസറ്റൈൽ കോളിൻ ഓർക്കുക: നോറഡ്രിനാലിൻ ആൻഡ് ഗ്ലൂട്ടമിൻ. അസറ്റൈൽ കോളിൻ, നോറഡ്രിനാലിൻ ആൻഡ് ഗ്ലൂട്ടമിൻ. ഓക്കെ, അസറ്റൈൽ കോളിൻ, നോറഡ്രിനാലിൻ ആൻഡ് ഗ്ലൂട്ടമേറ്റ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് ജസ്റ്റ് ശ്രദ്ധിച്ചൊന്ന് പഠിച്ചാൽ മാത്രം മതി, നമുക്ക് ഇത് ഈസിയായി മനസ്സിലാവും. ഇൻഹിബിറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഇൻഹിബിറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ DGS, ഡോപ്പമിൻ, ഗാബ ആൻഡ് സെറോട്ടോണിൻ. എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് AGN, acetylcholine, glutamate, noradrenaline. Okay, thank you for watching. Thank you.